നമസ്കാരം. ഇന്ന് അക്ഷയ തൃതീയയാണ് അല്ലേ? എന്താ ഈ അക്ഷയ തൃതീയ? ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം പുരാതന കാലം മുതൽ തന്നെ ഉണ്ട്. അത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടാണ് ഈ സ്വർണം വാങ്ങാനുള്ള ഒരു ദിവസമാക്കി അതിനെ മാറ്റിയത്. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ഈ ദിവസം പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരം പരശുരാമനായിട്ട് അവതരിച്ച സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ ഭൂമിയിലേക്ക് ഗംഗ പുണ്യനദിയായിട്ട് അവതരിച്ചത് ഈ ദിവസമാണ്. പിന്നെ ഭാരത ഇതിഹാസമായ മഹാഭാരതത്തിലെ നായകന്മാരായ പാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിച്ചത് ഈ ദിവസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അക്ഷയ തൃതീയയായിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകൾ. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും സംഭാവനകൾ നൽകാനൊക്കെയുള്ള ശുഭദിനമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് അക്ഷയ തൃതീയൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ദിവസം ഞാൻ വന്നതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. നമുക്കിന്ന് പരശുരാമ അവതാരത്തെക്കുറിച്ച് അറിയാം. ജമദഗ്നി മഹർഷി, രേണുക ഈ ദമ്പതികളുടെ മകനായിട്ടാണ് പരശുരാമൻ അവതരിക്കുന്നത്. അപ്പം മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണല്ലോ ഈ ബാലൻ. അപ്പോൾ അടിക്കടി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദേവാസുര സമരങ്ങളിൽ മരണമടഞ്ഞ അസുരന്മാർ ദുഷ്ടന്മാരായ ക്ഷത്രിയ രാജാക്കന്മാരായിട്ട് ഭൂമിയിൽ പിറന്നു. അവരെക്കൊണ്ട് ഭൂമിക്ക് ഭാരം കൂടിക്കൂടി വന്ന് ദുസ്സഹമായി. അപ്പം അതിൽ നിന്നും രക്ഷിക്കണമെന്ന് ദേവി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചിട്ടാണ് ഈ ഭൃഗുവംശത്തിലെ ജമദഗ്നിയുടെ മകനായിട്ട് പരശുരാമൻ ജനിക്കുന്നത്, അവതാരം നടത്തുന്നത്. പരശുരാമൻ പരമശിവനിൽ നിന്നാണ് സർവ്വവിധ അസ്ത്രശസ്ത്ര വിദ്യകളും പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരശു എന്ന് പറഞ്ഞാൽ മഴു, അത് കിട്ടിയിരിക്കുന്നതും പരമശിവനിൽ നിന്നാണ്. അങ്ങനെ പരശുരാമനായി ഭാർഗവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പരശു മഹാദേവൻ കൊടുത്തതുകൊണ്ട് പരശുരാമനായി. അങ്ങനെ അവിടുന്ന് അത് ലഭിച്ച് മാതാപിതാക്കളുടെ ആശ്രമത്തിൽ പഠിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയമാണ്. അപ്പോൾ അവിടുത്തെ രാജാവ് കാർത്തവീര്യാർജുനനാണ്. അദ്ദേഹം വളരെ ശക്തിമാനായ, വളരെ നന്നായി രാജ്യം ഭരിക്കുന്ന ഒരു രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹം പരിവാരസമേതം വേട്ടയ്ക്കായിട്ട് ഒരു ദിവസം വന്നപ്പോൾ സഞ്ചാരമധ്യേ ജമദഗ്നിയുടെ ആശ്രമം കണ്ട് അവിടെ കയറി. അപ്പോൾ രാജാവ് വരുമ്പോൾ നമ്മൾ ആദരപൂർവമായിട്ടുള്ള ആതിഥ്യമൊക്കെ അതിഥിയെ സ്വീകരിക്കണം അല്ലേ? അതൊക്കെ രാജാവ് സ്വീകരിച്ചു. അങ്ങനെ രാജോചിതമായ സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെ ഈ രാജാവിനെ ഇവിടെ കാട്ടിലെത്തിയപ്പോൾ ഈ കാടായിട്ടല്ല തോന്നിയത്, ദേവലോകം പോലെയാണ് ആ ഒരു പ്രദേശം വിളങ്ങിയത്. അപ്പോൾ ഭയങ്കര വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കൊടുത്തത്. എല്ലാവർക്കും ശയിക്കാനുള്ള ഉപകരണങ്ങൾ, ശയിക്കാന്ന് വെച്ചാൽ കിടക്കാനുള്ള ഉപകരണങ്ങൾ, കുടിക്കാനൊക്കെ അമൃത സദൃശമായ മധുരപാനീയങ്ങളാണ്. ഒന്നിനും ഒരു കുറവില്ല. എല്ലാം നിർലോഭം, അതായത് ഇഷ്ടം പോലെയാണ്. അതിശയിപ്പിക്കും, അത്ഭുതപ്പെടുത്തും വിധമാണ് അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് അവർക്ക് അത്ഭുതമായി. ഒരു കാട്ടിൽ ഒരു മുനിയുടെ ആശ്രമത്തിലാണ് ഇതൊക്കെ. ഇതെങ്ങനെ സംഭവിച്ചു? കാർത്തവീര്യാർജുനന് ഭയങ്കര കൗതുകം. അപ്പോൾ എന്താ? കാമധേനുവായ ഒരു പശു, സുശീല. അപ്പോൾ അതിൻ്റെ വൈഭവത്താലാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് രാജാവിനും മന്ത്രിക്കും മുനിയിൽ നിന്ന് തന്നെ മനസ്സിലായി. അഭൂതപൂർവമായ സിദ്ധിയുള്ള ആ ദിവ്യ പശു, അതിനെ കണ്ടപ്പോൾ രാജാവ് വിചാരിച്ചു, ഇതൊക്കെ രാജകൊട്ടാരത്തിലല്ലേ വാഴേണ്ടത്? ഇത്രയും അത്ഭുതമായ ജീവിയാണെങ്കിലും വസ്തുവാണെങ്കിലും അത് എവിടെയാണ് വേണ്ടത്? രാജാവിൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ രാജകൊട്ടാരത്തിലാണ്, അല്ലാതെ മുനി പർണശാലയിലല്ല എന്ന് രാജാവ് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എത്ര ധനം വേണമെങ്കിലും പ്രതിഫലമായിട്ട് ഞാൻ തരാം, ഈ പശുവിനെ എനിക്ക് നൽകിക്കോളൂ, കൊട്ടാരത്തിലാണ് ഇതൊക്കെ വേണ്ടത്. അങ്ങനെ ജമദഗ്നി അത് കേട്ടപ്പോൾ അത് വിസമ്മതിച്ചു. ജമദഗ്നി മഹർഷി പറഞ്ഞു, അത് പറ്റില്ലല്ലോ രാജാവേ. അപ്പോൾ രാജാവിന് പക്ഷേ വളരെ സൽഗുണശീലനായിരുന്നു കാർത്തവീര്യാർജുനനെ. അതിൽ യാതൊരു പരിഭവമോ മഹർഷിയോട് ദേഷ്യമോ ഒന്നും തോന്നിയില്ല. കൊട്ടാരത്തിൽ തിരിച്ച് അദ്ദേഹം എത്തി.
പക്ഷേ മന്ത്രിമാരും സേവകന്മാരും അവർക്ക് ഇത് മറക്കാൻ പറ്റണില്ല. അവർ പറഞ്ഞു, രാജാവിനോട് ഇങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെയാണെങ്കിൽ ആ പശുവിനെ ഏത് വിധവും കൈവശപ്പെടുത്തണമല്ലോ. അങ്ങനെ രാജാവിനെ അവരിങ്ങനെ ഉപദേശിച്ച് നിർബന്ധിച്ച് എന്ത് ചെയ്തു? രാജാവ് അവസാനം സമ്മതിച്ചു, അവരുടെ നിർബന്ധത്തിന് വഴങ്ങി. ഒരു മൗന അനുവാദം പോലെ നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നുള്ള രീതിക്ക് ഒരു സമ്മതം കൊടുത്തു. അങ്ങനെ രാജകിങ്കരന്മാരും മന്ത്രിയും കൂടിയിട്ട് അപ്പം തന്നെ ജമദഗ്നിയുടെ ആശ്രമത്തിൽ ചെന്ന് ഹോമ പശുവിനെയും അതിൻ്റെ കുട്ടിയെയും ബലമായിട്ട് പിടിച്ച് കെട്ടിക്കൊണ്ടു പോന്നു. ആ സമയം പരശുരാമൻ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. ജമദഗ്നിയാണെങ്കിലോ ഈ രാജാവിൻ്റെ ഈ അത് രാജാവ് ഇത് ചെയ്യിച്ചു എന്നാണ് മഹർഷി വിചാരിക്കുന്നതേ. അങ്ങനെ ഈ അധർമ്മ പ്രവൃത്തിയിൽ അയ്യോ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ വിലപിച്ചിട്ട് അവരുടെ പിന്നാലെ ഈ മന്ത്രിയൊക്കെ പശുവിനെ അഴിച്ചു കൊണ്ടുപോയില്ലേ, അപ്പോൾ അവരുടെ പിന്നാലെ ചെന്നു. മന്ത്രിയും കിങ്കരന്മാരും കൂടിയിട്ട് മഹർഷിയെ അങ്ങ് ഒരുപാട് ഉപദ്രവിക്കും. എന്നിട്ടോ കൊന്നു. എന്നിട്ട് ജഡം കാട്ടിൽ വലിച്ചെറിഞ്ഞു. പശുവിനെയും കുട്ടിയെയും കൊണ്ട് അവർ രാജധാനിയിലേക്ക് തിരിച്ചും പോയി. മഹർഷിയുടെ മരണവൃത്താന്തം കേട്ട് കാർത്തവീര്യ അർജുനൻ വളരെ സങ്കടപ്പെട്ടു. എന്താ ഈ കേൾക്കണേ? ഞാൻ ഇത്രയും കാലം ചെയ്ത സുഹൃതം എല്ലാം പോയല്ലോ. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അധർമ്മിയായി മാറി, ഞാൻ പാപിയായി മാറി. അങ്ങനെ അദ്ദേഹം വളരെ ദുഃഖത്തോടെ അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പശുവിൻ്റെ പിന്നാലെ വിലപിച്ചുകൊണ്ട് പോയിട്ടുള്ള ജമദഗ്നിയെ കാണാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വിഷമായി. അയ്യോ എന്താ പറ്റിയതാവോ, ഇതുവരെ എന്താ കാണാത്തത് എന്ന് പറഞ്ഞ് അവർ എല്ലായിടത്തും ഭർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ അവർ കണ്ടു, അസ്ഥികളൊക്കെ തകർന്ന രീതിക്ക് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ജമദഗ്നിയെയാണ് കണ്ടത്. അടക്കാനാവാത്ത ദുഃഖത്തോടെ അവർ ആ ശരീരമെടുത്ത് മടിയിൽ കിടത്തി വിലപിക്കാൻ തുടങ്ങി. മാറത്ത് അലച്ച് അവർ കരയാൻ തുടങ്ങി. അങ്ങനെ മാതാവിൻ്റെ വിലാപം കേട്ടിട്ട് പൂജാപുഷ്പങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പരശുരാമൻ, ഭാർഗവൻ. അദ്ദേഹം വന്നപ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. അമ്മ സ്വയം മരിക്കാനായിട്ട് തന്നെയാണ്, അച്ഛനോട് കൂടി ഞാനും മരിക്കട്ടെ മകനെ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ കരഞ്ഞ് നെഞ്ചത്തലച്ച് കരയുന്നത്. അപ്പോൾ പരശുരാമൻ ഭാർഗവൻ പറഞ്ഞു, അമ്മേ ശരീരം പാഴാക്കാതിരിക്കൂ, അമ്മയുടെ ദുഃഖം തീർക്കാൻ ഈ മകനുണ്ട്, അമ്മ സമാധാനമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തത്? രാമനും അദ്ദേഹത്തിന് ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്, ഒറ്റ പുത്രനൊന്നുമല്ല കേട്ടോ, ജ്യേഷ്ഠന്മാരും കൂടി അച്ഛൻ്റെ ജഡമെടുത്ത് പർണശാലയിൽ കൊണ്ടുവന്ന് കിടത്തി. എന്നിട്ടോ പരശുരാമൻ എന്താ ചെയ്തത്? അല്പനേരം ധ്യാന നിരതനായിട്ട് അവിടെ ഇരുന്നപ്പോൾ ശുക്രമഹർഷി, ഭൃഗുവിൻ്റെ മകനായിട്ടുള്ള ശുക്രമഹർഷി സിദ്ധിയാൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സമാഗതനായി. അപ്പോൾ അദ്ദേഹത്തിന് മൃതസഞ്ജീവിനി മന്ത്രം അറിയാമായിരുന്നു. അപ്പോൾ നിമിഷ നേരം കൊണ്ട് ആ മന്ത്രം ജപിച്ച് ജമദഗ്നിയെ ജീവിപ്പിച്ചു. അപ്പോൾ മൃതസഞ്ജീവിനി മന്ത്രം മരിച്ചവരെ ജീവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രമാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. എങ്കിലും പരശുരാമൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യത്തിൻ്റെ ഇങ്ങനെ തീ ആളി കത്തുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ 21 തവണ ദുഃഖാർത്തയായിട്ട് നെഞ്ചത്തടിച്ച് വിലപിച്ചു. ആ ഒരു കാര്യം മനസ്സിൽ കിടന്നിങ്ങനെ തിളക്കുകയാണ് ആരുടെ? ഈ പരശുരാമൻ്റെ. അപ്പോൾ പറയാണ്, ആ 21 പ്രാവശ്യം ഞാനും ഈ ദുരാത്മാക്കളായ ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കും. അതൊരു ഉഗ്ര സത്യമായിരുന്നു. ആരെടുത്തത്? പരശുരാമൻ എടുത്തത്. എന്നിട്ട് പരശുരാമൻ ഹോമപശുവിനെ കൊണ്ടുപോയിരിക്കുകയല്ലേ, അതിനെ വീണ്ടെടുക്കാനായി തൻ്റെ ദിവ്യ ആയുധമായ പരശുവും എടുത്തുകൊണ്ട് നേരെ കാർത്തവീര്യ അർജുനൻ്റെ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ രാജാവിനോട് പറയും, ഹോമപശുവിനെ തിരിച്ചു കൊടുത്തിട്ട്, അതായത് ജമദഗ്നി മഹർഷിക്ക് തിരിച്ചു കൊടുത്ത് ചെയ്തു പോയ അപരാധത്തിന് നിരുപാധികം മാപ്പ് പറയണം, അല്ലാത്ത പക്ഷം യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളാൻ പറയാണ്. അപ്പോൾ ജമദഗ്നിയുടെ ഇളയ പുത്രനായ രാമൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് കാർത്തവീര്യ അർജുനൻ പറയും, ഹോമ പശുവിനെ അപഹരിച്ചത് തെറ്റ് തന്നെയാണ്, അതിൽ ഞാൻ ഖേദിക്കുന്നു, വ്യസനിക്കുന്നു. ആ പശുവിനെയും പശുക്കുട്ടിയെയും തിരിച്ചും കൊടുക്കാം, യാതൊരു വിരോധവുമില്ല. എന്നാൽ കാർത്തവീര്യ അർജുനൻ
കേവലം ഒരു മുനികുമാരൻ്റെ മുന്നിൽ ചെന്ന് മാപ്പ് പറയുക എന്നുള്ളത് സാധ്യമല്ല എന്നായിരുന്നു രാജാവിൻ്റെ മറുപടി. അപ്പം പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ഊഹിക്കാലോ. ഭയങ്കര യുദ്ധമാണ്. ഒരു ഭാഗത്ത് കാർത്തവീര്യ അർജുന രാജാവാണ്, അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ സേന തന്നെ ഉണ്ടാവുമല്ലേ. മറുഭാഗത്തോ ഭാർഗവൻ പരശുരാമൻ മാത്രം. അങ്ങനെ ഭയങ്കര യുദ്ധം തന്നെയായിരുന്നു. എന്നിട്ട് രാമൻ്റെ മൂർത്ത അസ്ത്രങ്ങൾ ഏറ്റിട്ട് ആൾക്കാർ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പേര് പ്രാണഭീതിയോടുകൂടി ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഓടി പോയി. അതെന്തുകൊണ്ടാണ്? ഒന്നാമത് ഈ പരശുരാമനെ എവിടുന്നാണ് ഈ വിദ്യകളൊക്കെ കിട്ടിയിരിക്കുന്നത്? മഹാദേവനിൽ നിന്നാണ്. രണ്ടാമതോ ഇത് ആര് തന്നെയാണ്? മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊക്കെ ഊഹിക്കാം അല്ലേ. ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേറെ ആർക്ക് പറ്റും? അപ്പോൾ ഇവർ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ വിരിഞ്ചൻ, അതായത് ബ്രഹ്മദേവൻ അവിടെ വന്നിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ലോകനാശ ഹേതുക്കളായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളൊക്കെ ഈ വിധം ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നാൽ ഈ പ്രപഞ്ചം തന്നെ അഗ്നിക്ക് ഇരയാവും, നശിക്കും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്ന് നിർത്തൂ, യുദ്ധം നിർത്താൻ പറയും. അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ കൊണ്ട്, ഇങ്ങനെ പ്രപഞ്ച നാശഹേതുക്കളായിട്ടുള്ള ആയുധങ്ങൾ എടുക്കാതെ മറ്റ് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും ബ്രഹ്മദേവനെ ആദരിച്ച് അദ്ദേഹം പറയുന്നത് തന്നെ അനുസരിച്ചു. ഈ യുദ്ധം പിന്നെയും തുടർന്നു. അപ്പോൾ എന്താ ചെയ്തത്? കാർത്തവീര്യ അർജുനൻ എതിരാളിയുടെ നേർക്ക് നാരായണാസ്ത്രം എടുത്ത് പ്രയോഗിച്ചു. അപ്പോൾ ജ്വലിച്ചു കൊണ്ടുവരുന്ന വൈഷ്ണവാസ്ത്രം കണ്ടിട്ട് ഈ പരശുരാമൻ താണ് വീണ് അതിനെ നമസ്കരിച്ചപ്പോൾ എന്താ ഉണ്ടായേ? ശാന്തമായിട്ട് അത് അദ്ദേഹത്തിൽ വിലയം പ്രാപിച്ചു. അത് കണ്ട് കാർത്തവീര്യാർജുനൻ ചിന്തിച്ചു, വൈഷ്ണവാസ്ത്രം രാമനിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരമാണ്, സംശയമില്ല. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത്ര വലിയ മഹായുദ്ധം ഇദ്ദേഹം നടത്തില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം അമാനുഷൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ മരണം ശ്രീഹരിയുടെ കയ്യാലായിരിക്കുമെന്ന് പണ്ട് ദത്താത്രേയ മഹർഷി പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി മരണം അടുത്തിരിക്കുന്നു എന്ന്. അപ്പോൾ വൈകുണ്ഠപതേ ലോകരക്ഷക, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ചവിട്ടി മെതിച്ച് എന്നെ വധിക്കൂ, മോക്ഷം തന്നെ എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറയാണ്. ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് കാർത്തവീര്യ അർജുനൻ യുദ്ധവിമുഖനായി അല്പസമയം സ്വസ്ഥനായി നിന്നു. അങ്ങനെ കാർത്തവീര്യ അർജുനനെ അവിടെ വധിക്കുന്നുണ്ട്. അനന്തരം ആ ദിവ്യ പശുവിനെയും പശുക്കിടാവിനെയും കാർത്തവീര്യ അർജുനൻ്റെ പുത്രന്മാർ നൽകി. അതും കൊണ്ട് അദ്ദേഹം എവിടെ എത്തി? ആശ്രമത്തിലെത്തി. അപ്പോൾ കാർത്തവീര്യ അർജുനൻ്റെ വധം അറിഞ്ഞപ്പോൾ ജമദഗ്നി മഹർഷി പറഞ്ഞു, മകനെ നീ ചെയ്തത് ക്രൂരമായ പാതകമായിപ്പോയി. കൃതവീര്യാത്മജൻ ധർമ്മിഷ്ഠനും നീതിമാനും ഭക്തനും പ്രജാവത്സലനുമായ സർവോപരി ദാനശീലനുമായൊരു രാജാവല്ലായിരുന്നോ? ഈ ഭൂമണ്ഡലത്തിൽ ഇതേവരെ ഇങ്ങനൊരു ഉത്തമനായ രാജാവ് ഉണ്ടായിട്ടില്ല. പോരെങ്കിൽ രാജവധം പാപകരമാണ്. ഭരിക്കുന്ന രാജാവിനെ വിഷ്ണുവായി കരുതണം എന്നാണ് ശാസ്ത്രമതം. അപ്പോൾ പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ചും പുണ്യതീർത്ഥങ്ങൾ ആടിയും തപസ് ചെയ്തും ഈ പാപത്തിന് നീ പരിഹാരം തേടണം എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവിൻ്റെ ഉപദേശം അനുസരിച്ച് പരശുരാമൻ തീർത്ഥാടനത്തിന് പോവുകയാണ്. ആ സമയത്ത് കാർത്തവീര്യാർജുനൻ്റെ ശേഷിച്ച പുത്രന്മാർ വീണ്ടും പകപോക്കാൻ വന്നു. ജമദഗ്നിയെ വധിച്ചു. ആ ശിരസ് കൊണ്ടുപോയി. അതായത് വീണ്ടും മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ജീവൻ വരുത്തരുത് എന്ന് കരുതിയിട്ട് ആ ശിരസ്സേ കൊണ്ടുപോയി. അങ്ങനെ വീണ്ടും രേണുകയും പുത്രന്മാരും ദുഃഖത്തിലായി. പിന്നീട് 12 വർഷങ്ങൾ കഴിഞ്ഞ് തപസ്സൊക്കെ കഴിഞ്ഞ് തീർത്ഥാടനം കഴിഞ്ഞ് പരശുരാമൻ തിരിച്ചു വരുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. ഈ ദുരിത അനുഭവങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ അദ്ദേഹം കേട്ടു. അദ്ദേഹം അച്ഛനെ വധിച്ച ഘാതകരോട് അവർ ഉൾപ്പെട്ട ക്ഷത്രിയ വംശത്തോടാകെ അദ്ദേഹത്തിന് വൈരാഗ്യം ജനിച്ചു. ക്ഷത്രിയ സംഹാരമായിരുന്നു പിന്നീട് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ക്ഷത്രിയ നിഗ്രഹം ചെയ്ത് അവരുടെ രക്തം കൊണ്ട് പിതൃതർപ്പണം ചെയ്യാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ജമദഗ്നിയെ വധിച്ച അവരെ തന്നെ അദ്ദേഹം വധിച്ചു. കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാരെ മുഴുവൻ അദ്ദേഹം
വധിച്ച് ആ മാഹിഷ്മതി പട്ടണമാണ്, മാഹിഷ്മതി പട്ടണം മുഴുവൻ അദ്ദേഹം അഗ്നിക്കിരയാക്കി, തീയിട്ട് നശിപ്പിച്ചു. പിന്നെയോ സർവ്വരാജ്യങ്ങളിലും ചെന്നിട്ട് സർവക്ഷത്രിയ രാജാക്കന്മാരെ, അധർമ്മികളായിട്ടുള്ള ക്ഷത്രിയ രാജാക്കന്മാരെ നിർദാക്ഷിണ്യം പരശുവിനാൽ വെട്ടി നുറുക്കി. അങ്ങനെ തുടർച്ചയായി എത്ര തവണയാണ് നേരത്തെ പറഞ്ഞിരുന്നല്ലേ, 21 വട്ടം അദ്ദേഹം ക്ഷത്രിയ വംശത്തെ പരിച്ഛേദം പരശു കണ്ട് നിധനം ചെയ്തു. ദുഷ്ടരായിട്ടുള്ള, അത് പ്രത്യേകം നമ്മൾ അറിയണം. പിന്നീടോ പഞ്ചത്വം പ്രാപിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി അദ്ദേഹം കുളിച്ച് തർപ്പണാദി പിതൃകർമ്മങ്ങൾ നടത്തി മഹാബ്രാഹ്മണർക്ക് ദക്ഷിണകളും നൽകി പിതൃപ്രീതി വരുത്തി അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം നിർവഹിച്ചു. പിന്നീട് ശ്രീരാമനെ അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനുമായിട്ട് കൂട്ടിമുട്ടി തന്നിലുള്ള വൈഷ്ണവശക്തി അദ്ദേഹത്തിലേക്ക് സംക്രമിപ്പിച്ചിട്ട് പരശുരാമൻ തൻ്റെ സർവ്വ ആയുധങ്ങളും ത്യജിച്ച് ഒരു താപസനായി മഹേന്ദ്രഗിരിയിലേക്ക് പോയി അദ്ദേഹം ബാക്കിയുള്ള കാലം കഴിച്ചു എന്നാണ് കഥ. അദ്ദേഹം ഒരു താപസൻ എന്ന സ്ഥാനം മാത്രം സ്വീകരിച്ചുകൊണ്ട് മഹേന്ദ്രഗിരിയിൽ വന്ന് മേലിൽ എന്നും ഒരു താപസനായി കഴിയണമെന്ന് കരുതി ഒരു പർണശാലയൊക്കെ നിർമ്മിച്ച് അവിടെ ആശ്രമവാസം ആരംഭിച്ചു. പിന്നെയോ മഹേന്ദ്രപർവ്വതത്തിലെ ഭാർഗവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള ഭൂമി സമുദ്രത്താൽ മൂടപ്പെട്ടു പോയി ഒരിക്കൽ. അപ്പോൾ മറ്റ് താപസന്മാരുടെ അപേക്ഷ അനുസരിച്ച് ധ്യാനമന്ത്രത്താൽ കയ്യിൽ തിരിച്ചു വന്ന വെൺമഴു എറിഞ്ഞ് ആഴിയിൽ നിന്നും അത്രയും ഭൂമിയെ ഊഴിയെ ഉയർത്തി കരയാക്കി ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അങ്ങനെ ഒരു കഥയുണ്ട്. അതിനെ പിന്നീട് ആ സ്ഥലത്തെ എന്താ വിളിച്ചത്? നമ്മുടെ കേരളം. അതിനെ ഭാർഗവ ക്ഷേത്രമെന്നും വേറൊരു പേരുണ്ട്. പിന്നീടാണ് കേരളം എന്ന പേര് സിദ്ധിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ കാലം പിന്നീടും തപസ്സൊക്കെ ചെയ്ത് കലികാലം പിറന്നപ്പോൾ ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹം ഭൂമിയിൽ നിന്ന് പോയി എന്നാണ് തൻ്റെ കാരണമായ വിഷ്ണുവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് പരശുരാമ അവതാരം.